ഞങ്ങളെപ്പോലുള്ളവർക്ക് എന്ത് കൊതിയാണെന്നറിയാവോ? സ്നേഹമുള്ള ഭാര്യ ഭർത്താക്കന്മാരെ കാണാൻ. പക്ഷെ മഷിയിട്ട് നോക്കിയാലും പലപ്പോഴും കാണാൻ വരും, പലപ്പോഴും കാണാനില്ല, പലപ്പോഴും അങ്ങനെയാണ്. അപ്പൊ നല്ല മനുഷ്യരെ നമുക്കെല്ലാം ആഗ്രഹമുണ്ട്. നിങ്ങൾക്കൊക്കെയും ആഗ്രഹമുണ്ട്. നമുക്ക് വേണം നല്ല അച്ഛന്മാർ വേണം, നല്ല കന്യാസ്ത്രീ വേണം, നല്ല ഡ്രൈവർമാർ വേണം, നല്ല കണ്ടക്ടർമാർ വേണം, നല്ല മനസാക്ഷിയുള്ള പോലീസുകാർ വേണം, ലീഡർമാർ വേണം, മന്ത്രിമാർ വേണം, എയറോഡ്രോമിലിരിക്കുന്ന ആൾക്കാരെ നല്ല മനസാക്ഷിയുള്ളവരായിരിക്കണം. എല്ലായിടത്തും നല്ല മനസാക്ഷിയുള്ള മനുഷ്യരെ കിട്ടാൻ നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഭാര്യ ഭർത്താക്കന്മാരെ, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ നല്ല മനസാക്ഷിയുള്ള മനുഷ്യരെ എവിടെ നമുക്ക് കിട്ടുന്നത്? ഫോറിന്റെ ഏതെങ്കിലും ഒരു രാജ്യത്ത് നമുക്ക് പ്രിന്റ് ചെയ്ത് അടിച്ചിറക്കാൻ പറ്റുമോ നല്ല മനസാക്ഷിയുള്ളവര്? ബഹറിൽ അധികം ഇല്ലെന്ന് വരില്ല. മസ്കറ്റിന് പോകുന്ന ആളോട് പറയാം, എടാ നിങ്ങൾ പോയിച്ചു വരുമ്പോഴത്തേക്കാണ് ഒരു 10 നല്ല മനുഷ്യരെ കൂടെ കൊണ്ടുവരും, അതിന് ചാർജ് രൂപ എത്രയെന്ന് പറഞ്ഞിട്ട് തന്നേക്കാം. സാധിക്കുമോ? ഈ നല്ല മനുഷ്യർ എവിടെയാ ഉണ്ടാകുന്നത്? മനുഷ്യൻ നല്ലതായാലും കൊള്ളാം, ചീത്തയായാലും കൊള്ളാം, കുടുംബത്തിലാണ് ഉണ്ടാകുന്നത്, യാതൊരു സംശയവുമില്ല. നല്ല മനുഷ്യരായാലും കൊള്ളാം, ചീത്ത മനുഷ്യരായാലും കുടുംബത്തിലാ മനുഷ്യർ ജനിച്ചു വളർന്നത്. നിങ്ങളെപ്പോലെയുള്ള മാതാപിതാക്കളെ ജനിപ്പിച്ച് വളർത്തിവിട്ട മനുഷ്യരേ ഇവിടെ ഉള്ളൂ. നമ്മൾ പലപ്പോഴും അച്ഛന്മാരെ കന്യാസ്ത്രീകളുടെ ചീത്ത പറയാറുണ്ടല്ലോ. ഈ അച്ഛന്മാരും കന്യാസ്ത്രീകൾ എവിടുന്ന് വന്നതാ? നിങ്ങളെപ്പോലെയുള്ള മാതാപിതാക്കളെ ജനിപ്പിച്ച് വളർത്തി വിട്ടതാ. അപ്പൊ ഏതെങ്കിലും ഒരു അച്ഛനോ ഒരു കന്യാസ്ത്രീക്കോ പോരായ്മയോ, ഒരച്ഛന് കുടിക്കാൻ പോകുന്നതിന്, വ്യചരിക്കാൻ പോകുന്നതിന്, പെണ്ണ് പിടിക്കാൻ പോകുന്നതിനൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ മാതാപിതാക്കളെ നിങ്ങൾ എന്നാ പറയണം? എന്റെ പിഴ, എന്റെ അപ്പന്റെ പിഴ, എന്റെ വല്യപ്പന്റെ പിഴ. തീർച്ചയായിട്ടും. കാരണം നിങ്ങൾ ഏൽപ്പിച്ചുവിട്ട മക്കളല്ലേ ഉള്ളൂ. നിങ്ങൾ വളർത്തിവിട്ടത് കൊടവതിയാരാ കാണുന്നത്. അപ്പോൾ ഏത് മനുഷ്യൻ നല്ലതായാലും കൊള്ളാം, ചീത്തയായാലും കൊള്ളാം, കുടുംബത്തിൽ ജനിച്ചു വളർന്നവരെ ഉള്ളൂ. മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്ന 2 അടിസ്ഥാന യാഥാർത്ഥ്യങ്ങൾ എൻവയറമെന്റ് ആൻഡ് ട്രഡീഷൻ. പാരമ്പര്യവും സാഹചര്യവുമാണ് ഒരു മനുഷ്യനെ മനുഷ്യനാക്കുന്നത് മനഃശാസ്ത്രപ്രകാരം. ഒന്ന് പാരമ്പര്യം, ഭർത്താവിന്റെയും ഭാര്യയുടെയും മാതാപിതാക്കളുടെ പാരമ്പര്യം, അവരുടെ വൈകാരിക രോഗങ്ങള്, ശാരീരിക രോഗങ്ങള്, അവരുടെ വൈകല്യങ്ങള്, ചാപല്യങ്ങള്, സ്വഭാവ ദൂഷ്യം, ശാരീരികമായി ഉണ്ടാകുന്ന രോഗങ്ങള്, അതൊക്കെ മക്കളെ ബാധിക്കും. ഉദാഹരണത്തിന് ഒരു അപ്പനും അമ്മയ്ക്കോ പാണ്ടി രോഗം, ദിക്ക് രോഗം, ത്വക്ക് രോഗം, ചർമ്മരോഗം, ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ മക്കൾക്കും അത് ബാധിക്കാം. പിന്നെ അവരുടെ ഈ പിടിവാശി, ദുർവാശി, അതൊക്കെ മക്കളെ കുറെ സ്വാധീനിക്കും. ട്രഡീഷൻ. രണ്ടാമത്തത് എൻവയറൺമെന്റ്. പ്രത്യേകിച്ച് 7 വയസ്സുവരെ ഒരു കുട്ടിക്ക് എന്ത് സാഹചര്യം ആ കുടുംബത്തിൽ കിട്ടുന്നത് അതായിരിക്കും ഭാവിയിൽ ആ കുട്ടി. ലോകം കണ്ട മനഃശാസ്ത്രജ്ഞന്മാരിലെ ഏറ്റവും പ്രമുഖനായ ഒരു മനഃശാസ്ത്രജ്ഞനാണ് ഡോക്ടർ ഗ്ലാസർ. അദ്ദേഹം റിയാലിറ്റി തെറപ്പി എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. 12 വർഷക്കാലത്തെ അദ്ദേഹത്തിന്റെ ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിലുള്ള റിസർച്ചിന്റെ ഫലമായി 12 വർഷം ലക്ഷക്കണക്കിന് ഭാര്യാഭർത്താക്കന്മാരെ ഗവേഷണം നടത്തിയതിനു ശേഷം അദ്ദേഹം എഴുതിയൊരു പുസ്തകമാണ് റിയാലിറ്റി തെറപ്പി. അതിനകത്ത് ഒരധ്യായമുണ്ട്. ആ അധ്യായത്തിനകത്ത് അദ്ദേഹം പറയുകയാണ്, 7 വയസ്സുവരെ ഒരു മാതാപിതാക്കള് ഒരു കുട്ടിയെ എങ്ങനെ വളർത്തുമോ അതായിരിക്കും ഭാവിയിൽ ആ മനുഷ്യൻ. ഉദാഹരണത്തിന് 7 വയസ്സുവരെ കുടുംബത്തിൽ ജീവിക്കും, ഉണ്ടാകുന്നത് പോലെ 7 വയസ്സുവരെ അപ്പനും അമ്മയും കൂടി എപ്പോഴും വഴക്കും ചീത്തയും തെറിയും അടിയും തല്ലും ബഹളവും ആണോ, കണിശമായിട്ടും ആ കുട്ടി ഈ സമൂഹത്തിനും സമുദായത്തിനും സഭയ്ക്കും ഒരു ഭാരമായിരിക്കും. ആരുടെയെങ്കിലുമൊക്കെ തല്ല് വാങ്ങിക്കുകയും ദയന്താധീനം കാണിക്കുകയും അവന്റെ അമർഷങ്ങൾ, സബ്കോൺഷ്യസിൽ കിടക്കുന്ന അമർഷങ്ങളെല്ലാം പ്രകടിപ്പിക്കുകയും നശിച്ച ഒരു മനുഷ്യനായിട്ടത് മാറുകയും ചെയ്യും. 7 വയസ്സുവരെ എങ്ങനെ വളർത്തുമോ അതായിരിക്കും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മനുഷ്യൻ നല്ലതായിരുന്നാലും കൊള്ളാം, ചീത്തയായിരുന്നാലും കൊള്ളാം, അവൻ കുടുംബത്തിലാണ് ജനിച്ചു വളരുന്നത്. കുടുംബമാണ് മനുഷ്യനെ വാർത്തെടുക്കുന്ന ഉല. എങ്കിൽ കുടുംബം ശരിയായാൽ നല്ല മനസാക്ഷിയുള്ള മനുഷ്യരിവിടെ ഉണ്ടായിക്കൊള്ളുമെന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. നല്ല കുടുംബങ്ങൾ ഉണ്ടാകാവോ? ഇവിടെ പോലീസ് സ്റ്റേഷനും വക്കീലും വക്കാലത്തും പോലീസും കോടതിയും ഒന്നും വേണ്ട. കുടുംബം ശരിയാകാമെങ്കിൽ എല്ലാ തസ്തികകളിലും തുറകളിലും സ്നേഹമുള്ള, പരിശുദ്ധമായ, നിർമ്മലമായ, നിഷ്കളങ്കമായ മനസാക്ഷിയുള്ള നല്ല മനുഷ്യരിവിടെ ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുമ്പോൾ കുടുംബത്തിലും സമൂഹത്തിലും സമുദായത്തിലും സമാധാനം ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ കുടുംബം ശരിയാകാമെങ്കിൽ ബാക്കിയെല്ലാം ശരിയായിക്കൊള്ളും. അതുകൊണ്ട് ഇനി നമുക്ക് തുടർന്ന് 1-2 ദിവസത്തേക്ക് കുടുംബജീവിതത്തെക്കുറിച്ചാണ് അല്പം ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. കുടുംബജീവിതത്തെക്കുറിച്ച് അല്പം വിശദമായിട്ട് പറഞ്ഞു പോവുകയാണെങ്കിൽ ദിവസങ്ങളോളം എടുക്കും. കാരണം സാധാരണ ഈ ദമ്പതി കാരിസം ധ്യാനം നടത്തുമ്പോൾ 10-15 ക്ലാസ്
കുടുംബത്തെക്കുറിച്ച് തന്നെ ഞാൻ കൊടുക്കാറുണ്ട്. അപ്പം ദീർഘസമയങ്ങളുണ്ടെങ്കിൽ വിശദീകരിച്ച് നമുക്ക് അതേപ്പറ്റി കാണാൻ പറ്റും. എങ്കിലും ചുരുങ്ങിയ ഒരു 3-4 ക്ലാസ്സിനകത്ത് ഇതിൽ പ്രസക്തമായി നിങ്ങൾ ചിന്തിക്കേണ്ട ചില ഭാഗങ്ങളിലേക്ക് ഒന്ന് കടക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം ഈ 3-4 ദിവസം 100-150 പേർക്ക് കൗൺസിലിംഗ് കൊടുത്തതിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് കുടുംബജീവിതത്തിന്റെ പരിപാവനതയും പവിത്രതയും ഈശോമിശിഹായുടെ സങ്കല്പത്തിലേത് എന്തെന്ന് ഇനിയും ആരും തന്നെ മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് എന്റെ മനസാക്ഷി പറയുന്നത്. അതുകൊണ്ടാണ് ആ ലൈനിൽ അല്പമൊന്ന് ചിന്തിക്കാമെന്ന് വിചാരിക്കുന്നത്. കാരണം നിങ്ങൾ ഈ ഇരിക്കുന്നവര് ഭൂരിഭാഗവും ഭാര്യ ഭർത്താക്കന്മാരാണ്. ഇവിടെ ഇരിക്കുന്നവരിലെ കല്യാണം കഴിച്ച ആൾക്കാരെ ഒന്ന് കൈപൊക്കാവോ, ഒന്നറിയാൻ വേണ്ടി എന്തുമാത്രം ഉണ്ടെന്ന്. എന്റെ മാതാവേ, പ്രൈസ് ദി ലോർഡ്. യെസ്, അതുകൊണ്ട് ഇതിന് തന്നെ ഊന്നൽ കൊണ്ട് സംസാരിക്കാൻ ഞാൻ വിചാരിക്കുക. നമ്മൾ ഈ കരിസ്മാറ്റിക് ധ്യാനമെന്നും പറഞ്ഞ് വരദാനങ്ങളെക്കുറിച്ചും ദർശനത്തെക്കുറിച്ചും രോഗശാന്തിയെക്കുറിച്ചും വണ്ടർഫുൾ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തറയൊന്നും ഉറപ്പിക്കാതെ ശരിയാകുകയില്ല. അതുകൊണ്ട് ഈ ധ്യാനത്തിനകത്ത് നമ്മൾ മുഖ്യമായിട്ട് അട്ടിച്ച് തേച്ചു കഴുകി ഒരു നല്ല ഉറപ്പിട്ട് ഒരടിക്കലിട്ട് തറയിട്ടൊന്ന് കൊണ്ടുപോകാമെന്ന് വിചാരിക്കുക. കാരണം നമ്മൾ മൂളിക്കൊണ്ട് കതിരെക്കൊണ്ട് വളം വെച്ചിട്ട് ഒരു കാര്യമില്ല. വലിയ വലിയ കാര്യങ്ങളൊന്നും പറയാൻ സമയമായിട്ടില്ല. അതുകൊണ്ട് കുടുംബത്തെക്കുറിച്ച് അല്പം ചിന്തിക്കാം. കുടുംബജീവിതം ആരംഭിക്കുന്നത് എവിടെയാണെന്ന് നിങ്ങളോട് ചോദിക്കേണ്ട നിങ്ങൾക്കറിയാം. വിവാഹമെന്ന് പറയുന്ന കൂദാശയോടുകൂടിയാണ് കുടുംബജീവിതം ആരംഭിക്കുന്നത്. കാരണം വിവാഹമെന്ന് പറയുന്ന കൂദാശ സ്വീകരിക്കാൻ നിങ്ങൾ വന്നു നിന്നപ്പോൾ പാട്ടുകാര് പാടി നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാകുമല്ലോ, പുതിയ കുടുംബത്തിൻ കതിരുകൾ അണിഞ്ഞു എന്ന് പറഞ്ഞ് പാടിയത്. അപ്പം കുടുംബം ആരംഭിച്ചത് അവിടെയാണ്. വിവാഹം എന്ന് പറയുന്ന കൂദാശയോടുകൂടിയാണ്. അതുവരെയുള്ള കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് വിടുകയാണ്. ആ കൂദാശ കൊണ്ട് ഒന്ന് ആരംഭിക്കാം എന്ന് വിചാരിക്കുകയാണ്. മക്കളെ, എന്തായി വിവാഹം എന്ന് പറയുന്ന കൂദാശ എന്ന് പറയുന്നത്? വിവാഹം എന്ന് പറയുന്ന കൂദാശ എന്ന് പറഞ്ഞാൽ എന്നതാ? ആർക്ക് വേണേലും ഒരു മറുപടി പറയാം. കാണാതെ പഠിച്ച കുറെ നിർവചനം പറയണമെന്നില്ല, അനുഭവത്തിൽ നിന്ന് വേണേലും പറയാം. ഒന്നറിയാമല്ലോ എന്ന് വിചാരിച്ച എന്നതാ ഈ വിവാഹം എന്ന് പറയുന്ന കൂദാശ എന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ട് നമുക്ക് തുടങ്ങാം. രണ്ടാത്മാക്കൾ ഒരു ശരീരമാകുക, അതാണ് വിവാഹം എന്ന് പറയുന്ന കൂദാശ. കൊള്ളാം, ശരി. ദൈവമേ, 5, 8, 10 പിള്ളേരായി. കൂദാശ എന്നാന്ന് ഇപ്പോഴും അറിയത്തില്ല. എന്തായി വിവാഹം എന്ന് പറയുന്ന കൂദാശ എന്ന് പറഞ്ഞാൽ? യെസ്, പരസ്പര സ്നേഹത്തിലൂടെയും ത്യാഗത്തിലൂടെയും കാൽവരിയിലെ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. അതിൽ കല്യാണം കഴിക്കണം. യെസ്, നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇതാ മക്കളെ. നാം ഓരോരുത്തരും എടുത്തിരിക്കുന്ന അന്തസ്സിനെ കുറിച്ച് പലപ്പോഴും നമുക്ക് കാഴ്ചപ്പാടില്ല. ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, ഞാനിപ്പോ ഇവിടെ ഈ ഉടുപ്പ് കിട്ടുന്നുണ്ട് പ്രസംഗിക്കുന്നു. പൗരവത്യ ദൈവവിളി ഞാൻ എടുത്തു. 14 വർഷം ചിന്തിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങിയേച്ചാണ് ഈ പദവി സ്വീകരിച്ചത്. അതുപോലെ ശ്രേഷ്ഠമായ ഒരു പദവി, ഒരു ദൈവവിളിയല്ലേ വിവാഹം എന്ന് പറയുന്ന കൂദാശ? 14 വർഷം പോയിട്ട്, 14 മാസം പോയിട്ട്, 14 ആഴ്ച പോയിട്ട്, 14 ദിവസമെങ്കിലും ഇരുന്ന് പ്രാർത്ഥിച്ചു ഒരുങ്ങി ആരെങ്കിലും കൂട്ടത്തിലുണ്ടോ? കല്യാണം ആലോചിച്ചു, ചെറുക്കന് ഗൾഫിലാണ് ജോലി, ഉറപ്പിച്ചു. നോക്കണേ, നമുക്ക് വേണ്ടത്ര ഒരുക്കമില്ലാത്തത് കൊണ്ട് പറ്റുന്ന പ്രശ്നം. ഞാന് വിവാഹം എന്ന് പറയുന്ന കൂദാശയുടെ നിർവചനമോ ഡെഫിനിഷനോ കാണാതെ പഠിച്ചതോ പുസ്തകത്തിലോ ഒന്നും പറയാൻ പോകില്ല. എന്റെ സഹോദരങ്ങളായ നിങ്ങള് കൂദാശയിലൂടെ എന്ത് ജീവിക്കണമെന്ന് അതിന്റെ ആന്തരികമായ അർത്ഥം മാത്രം ഒന്ന് പറയാമെന്ന് വിചാരിക്കുക. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ഈശോമിശിഹായുടെ വചനത്തിൽ നിന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. വിവാഹമെന്ന് പറയുന്ന കൂദാശ എന്ന് പറയുന്നത് സ്വന്തം ജീവിതത്തിൽ ഈശ്വരനെ അനുഭവിച്ചുകൊണ്ട് തന്റെ ജീവിത പങ്കാളിക്ക് ഈശ്വരനെ അനുഭവിക്കാൻ സഹായിക്കുന്ന ഒരു കൂദാശയാണ്. അതിനകത്ത് എല്ലാം അടങ്ങിയിട്ടുണ്ട്. സ്വന്തം ജീവിതത്തിൽ ദൈവത്തെ അനുഭവിച്ചുകൊണ്ട് തന്റെ ജീവിത പങ്കാളിക്ക് ദൈവത്തെ അനുഭവിക്കാൻ സഹായിക്കുന്ന ഒരു കൂദാശയാണ്. കാരണം, ഞാനത് പറയാൻ കാരണം, ഈശോമിശിഹാ വിവാഹമെന്ന് പറയുന്ന കൂദാശയെ ഉപമിച്ചിരിക്കുന്നത്
ഈശോമിശിഹായും സഭയും തമ്മിലുള്ള ബന്ധത്തോടാണ്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഈശോമിശിഹായില്ലാതെ സഭയില്ല, സഭയില്ലാതെ ഈശോമിശിഹായില്ല. ഈശോമിശിഹായും സഭയും തമ്മിലുള്ള ബന്ധമാണ് ഭാര്യാഭർത്താക്കന്മാരുടെ ബന്ധം ഈശോമിശിഹ സ്ഥാപിച്ചിരിക്കുന്നതും പൗലോസ് അപ്പോസ്തലൻ അത് ആവർത്തിച്ചു പറഞ്ഞിട്ടുമുണ്ട്. എന്താണ് ഈശോമിശിഹായും സഭയും തമ്മിലുള്ള ബന്ധം? അനുവദനീയമല്ലാത്ത ധാർമ്മിക സ്വാതന്ത്ര്യത്തിന് വേണ്ടി പരക്കം പാച്ചിൽ നടത്തിയതുകൊണ്ട് ദൈവത്തിന്റെ സ്നേഹ ശൃംഖലയിൽ നിന്നും മനുഷ്യരാശി എന്നേക്കുമായിട്ട് അകന്നുപോയി. പിതാവിനെ കാണാനുള്ള കവാടം അടഞ്ഞുപോയി. ഈശോമിശിഹ വന്നു പിതാവായ ദൈവത്തെ അനുഭവിച്ചുകൊണ്ട്. പിതാവും ഞാനും ഒന്നാണ്. അങ്ങനെ പിതാവിനെ അനുഭവിച്ചുകൊണ്ട് ഭൂമിയിൽ വന്നിട്ട് തന്റെ മണവാട്ടിയായ സഭയ്ക്ക് പിതാവായ ദൈവത്തെ അനുഭവിക്കാൻ അടഞ്ഞുപോയ കവാടം തുറന്നുകൊടുത്തു കുരിശിൽ മരിച്ചുകൊണ്ട്. അപ്പം താൻ പിതാവിനെ അനുഭവിച്ചുകൊണ്ട് മണവാട്ടിയായ സഭയ്ക്ക് പിതാവായ ദൈവത്തെ അനുഭവിക്കാൻ തന്റെ ജീവിതം കരുവാക്കി മാറ്റി. അത് ആ ഈശോമിശിഹായ സഭയിൽ തമ്മിലുള്ള ബന്ധമാണ് ഭാര്യാഭർത്താക്കന്മാരുടെ ബന്ധത്തെ ഈശോമിശിഹ ഉപമിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സ്വന്തം ജീവിതത്തിൽ ദൈവത്തെ അനുഭവിച്ചുകൊണ്ട് തന്റെ ജീവിത പങ്കാളിക്ക് ദൈവത്തെ അനുഭവിക്കാൻ സഹായിക്കുന്ന ഒരു കൂദാശയാണ്. ഇവിടെ ഇരിക്കുന്ന ഭാര്യാഭർത്താക്കന്മാരെ സഹോദരങ്ങൾ, നിങ്ങൾ ചിന്തിച്ചോണം, നിങ്ങൾ ജീവിക്കുന്നത് സത്യത്തിൽ വിവാഹം നടന്ന കൂദാശയാണോ എന്ന്. കാരണം നിങ്ങളുടെ ഭാര്യ, ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു ഭർത്താവിനോട് തന്റെ ഭാര്യ ജീവിതത്തിൽ എന്തെങ്കിലും, ചേട്ടൻ എന്റെ കഴുത്തിൽ താലി വെച്ച് എന്നെ ഭാര്യയായിട്ട് സ്വീകരിച്ച് ചേട്ടന്റെ കൂടെ ഞാൻ താമസിക്കാൻ തുടങ്ങിയ പിന്നെ സത്യത്തിൽ ഞാൻ ഈശോയെ അറിഞ്ഞതും അനുഭവിച്ചതും എന്നേതെങ്കിലും ഒരു ഭാര്യ ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഭർത്താവിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണിശമായിട്ടും ആ ഭർത്താവ് ഈശോമിശിഹായുടെ സങ്കല്പത്തില് വിവാഹം എന്ന് പറയുന്ന കൂദാശയിലെ ഭർത്തൃപദവി അവൻ ജീവിച്ച് വിജയിപ്പിച്ചിരിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു ഭർത്താവിനോട് അങ്ങനെ ഒരു ഭാര്യ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭർത്താവ് ദയവ് ചെയ്ത് കൈയൊന്ന് പൊക്കുക. അതാണ് ചുരുക്കത്തിൽ ഈശോമിശിഹായുടെ സങ്കല്പത്തിലെ ഏതെങ്കിലും ഭർത്താവ് ഇവിടെയുണ്ടോ? ആട്ടെ, ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു ഭാര്യയോട് തന്റെ ഭർത്താവ് എന്തെങ്കിലും പറഞ്ഞോ, മോളെ എടി നിന്റെ കഴുത്തെ താലി വെച്ച് നിന്നെ എന്റെ ഭാര്യയായിട്ട് എന്റെ കൈയിൽ കിട്ടി നിന്റെ കൂടെ ജീവിക്കാൻ തുടങ്ങിയ പിന്നാടി ഞാൻ ഈശോമിശിഹായെ അറിഞ്ഞതും അനുഭവിച്ചതും. ആ ഭാര്യ കൈവക്ക്. പറഞ്ഞോ? ഭാര്യ വന്നിട്ടുണ്ടോ? ഭാര്യ വന്നിട്ടുണ്ടോ? എന്ത് പറഞ്ഞോ മോളെ? ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എങ്കിൽ ആ മനുഷ്യൻ പുരോഹിതന്റെ സ്തുതി അർഹിക്കുന്നു. ഭർത്താവിന്റെ സങ്കല്പത്തില് ഭർത്തൃപദവി അവൻ ജീവിച്ചിട്ടുണ്ട്. തന്റെ കൂടെ ജീവിക്കാൻ തുടങ്ങിയ പിന്നെയാ ഞാൻ ദൈവത്തെ അറിഞ്ഞതെന്ന് ഈ ഭാര്യ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഭർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അതാണ് വിവാഹം നടന്ന കൂദാശയുടെ അർത്ഥം. അത് മനസ്സിലാക്കിയിരിക്കുക. പിന്നെ എന്നതാണ് നിങ്ങളെ ഭർത്താവ് നിങ്ങളോട് പറഞ്ഞത്? എടി നിന്റെ കൂടെ ജീവിക്കാൻ തുടങ്ങിയ പിന്നെയാ ഞാൻ ഭദ്രകാളിയെ പരിചയപ്പെട്ടത്. അതാണോ പറഞ്ഞത്? പിന്നെ എന്നതാ പറഞ്ഞത്? അതുകൊണ്ട് ചിന്തിച്ചു നോക്കണം. ദൈവത്തിന്റെ സങ്കല്പത്തിലെ ആ കുടുംബജീവിതത്തിലെ ആണിത്തറയായ ആ കൂദാശയുടെ അർത്ഥം അതാദ്യം മനസ്സിലാക്കിയിരിക്കുക. ഒന്നാമതായിട്ട് ഇവിടെ ഇരിക്കുന്ന ഭാര്യമാര് ചിന്തിച്ചു നോക്കുക, ഞാൻ എന്തിനാ ഒരു ഭർത്താവിനെ, ഒരു പുരുഷനെ ഭർത്താവായി സ്വീകരിച്ചത്? ഇപ്പം ചോദിച്ചാൽ നിങ്ങൾ മറുപടി പറയും, എനിക്കൊരു താങ്ങും തണലും ആരേലും വേണ്ടേ അച്ഛാ, ഞാനൊരു വള്ളിയല്ലേ, പിടിച്ചു കയറിപ്പോ ആ മരം വേണ്ടേ, എന്നെ സ്നേഹിക്കാൻ ഒരാള് വേണ്ടേ, എന്നെ പരിചരിക്കാൻ ഒരാള് വേണ്ടേ? ഇവിടെ ഇരിക്കുന്ന എല്ലാ ഭാര്യമാരും ചിന്തിച്ചോണം, ഞാൻ ഒരു പുരുഷനെ ഭർത്താവായി സ്വീകരിച്ചത് എന്നെ സ്നേഹിക്കാനല്ല. അച്ഛൻ സംഗതി കുഴപ്പിക്കുന്ന ഇടപാടായില്ലേ? ഞാനൊരു പുരുഷനെ ഭർത്താവായി സ്വീകരിച്ചത് എന്നെ സ്നേഹിക്കാനല്ല, എനിക്ക് സ്നേഹിക്കാനാണ്. മറക്കരുത്, അത് മറക്കരുത്. ഞാനൊരു സ്ത്രീയെ ഭാര്യയായി സ്വീകരിച്ചത് എന്നെ സ്നേഹിക്കാനല്ല, എനിക്ക് സ്നേഹിക്കാനാണ്. അതാണ് കൂദാശയുടെ അർത്ഥം. എന്റെ ഹൃദയത്തിൽ ഒത്തിരി സ്നേഹമുണ്ട്, അത് കൊടുക്കാൻ എനിക്കൊരു പെണ്ണിനെ വേണം. അതിനാ അവളെ ഭാര്യയായിട്ട് സ്വീകരിച്ചത്. എന്റെ സ്നേഹം കൊടുക്കാനാ. എനിക്ക് ഒത്തിരി സ്നേഹമുണ്ട്, അത് കൊടുക്കാൻ ഒരു പുരുഷൻ വേണം. സ്നേഹം കൊടുക്കാനാ.
എന്നെ സ്നേഹിക്കാനല്ല, എനിക്ക് സ്നേഹിക്കാനാണ്. കാരണം ഈശോ മിശിഹ വന്നത് മണവാട്ടിയായ സഭയുടെ സ്നേഹം വാങ്ങിക്കാനല്ല, മരിച്ച് അവളെ സ്നേഹിക്കാനാണ്. അവളെ സ്നേഹം വാങ്ങിക്കാനല്ല മിശിഹ വന്നത്, പിന്നെയോ മരിച്ച് അവളെ സ്നേഹിക്കാനാണ്. അവൾ ചെയ്ത എല്ലാ അകൃത്യങ്ങളും മറന്ന് അവൾക്ക് വേണ്ടി മരിച്ച് അവൾക്കൊരു പുനർജന്മം ഉണ്ടാക്കി കൊടുക്കുകയായിരുന്നു മിശിഹയുടെ ധർമ്മം.